മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിൽ അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. ദുരന്തമുണ്ടായി 4 മാസം കഴിഞ്ഞിട്ടും ഇതുവരെ തീരുമാനമെടുത്തില്ലേ എന്ന് കേന്ദ്രത്തോട് കോടതി ചോദിച്ചു. 2 ആഴ്ചക്കകം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അതേസമയം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ലെന്ന് കേന്ദ്രം അറിയിച്ചുവെന്ന് സംസ്ഥാന സർക്കാർ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കവെയാണ് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിലെ കേന്ദ്ര നിലപാട് സംസ്ഥാനം ചൂണ്ടിക്കാട്ടിയത്. വയനാട്ടിലേത് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ലെന്ന് കേന്ദ്രം അറിയിച്ചുവെന്ന് സംസ്ഥാന സർക്കാർ കോടതിയിൽ പറഞ്ഞു. ദില്ലിയിലെ കേരളത്തിന്റെ പ്രതിനിധി KV തോമസിന് കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ റായ് നൽകിയ കത്ത് സർക്കാർ ഹൈക്കോടതിയിൽ ഹാജരാക്കി. കൂടുതൽ ഫണ്ട് നൽകില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് കോടതി ചോദിച്ചു. എന്നാൽ കൂടുതൽ ഫണ്ട് കേന്ദ്ര സർക്കാർ നൽകില്ലെന്നാണ് കത്തിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന് സർക്കാർ കോടതിയെ ധരിപ്പിച്ചു. ദുരന്തം സംഭവിച്ചിട്ട് 4 മാസം കഴിഞ്ഞു. എല്ലാവിധ പരിശോധനയും കേന്ദ്രം പൂർത്തിയാക്കിയെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി. മതിയായ ഫണ്ട് കേരളത്തിന് ലഭ്യമാക്കിയെന്നായിരുന്നു കേന്ദ്ര സർക്കാർ അഭിഭാഷകന്റെ മറുപടി. കൂടാതെ വയനാട്ടിലുണ്ടായത് അതിതീവ്ര ദുരന്തമാണോ എന്നതിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഉന്നതതല സമിതി യോഗം ചേർന്നിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞു. ദുരന്തമുണ്ടായി 4 മാസം കഴിഞ്ഞിട്ടും ഇതുവരെ തീരുമാനമെടുത്തില്ലേ എന്ന് കേന്ദ്രത്തോട് കോടതി ചോദിച്ചു. അതേസമയം കേന്ദ്രം തീരുമാനമെടുക്കുന്നതിന് സമയപരിധി നിശ്ചയിക്കണമെന്ന് അമിക്കസ് ക്യൂറി ആവശ്യപ്പെട്ടു. തുടർന്നാണ് ഇക്കാര്യത്തിൽ 2 ആഴ്ചയ്ക്കകം അന്തിമ തീരുമാനമെടുക്കണമെന്ന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചത്. ഈ മാസം തന്നെ ഉചിതമായ തീരുമാനമുണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ ബോധിപ്പിച്ചു. ഇപ്പോൾ പുനരധിവാസത്തിന്റെ സാഹചര്യമാണെന്നും ഇനി ഫണ്ടാണ് വേണ്ടതെന്നും സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടി. വ്യക്തികൾക്ക് നൽകുന്ന സഹായം 1 മാസത്തേക്ക് കൂടി നീട്ടിയെന്നും സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. തുടർന്ന് ഹർജി പരിഗണിക്കുന്നത് കോടതി അടുത്ത വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി. കൈരളി ന്യൂസ്, കൊച്ചി.